അവനെ വിശ്വസിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ? അപ്പം നമ്മൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതം നടക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? സ്വാഭാവികമായി ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി കിടക്കുക, നാളെ മരിച്ചു പോകേണ്ടതാണ്. യേശുവിന് ഈ രോഗിയെ സുഖപ്പെടുത്തണം. എന്തു വേണം? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും അവിടെ ഉണ്ടാവണം. യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ സോദോം ഗോമോറ നശിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സോദോം ഗോമോറ നഗരം നശിക്കാൻ പോവാണ്. ഉടനെ അബ്രഹാം പറഞ്ഞ്, നശിപ്പിക്കല്ല്, നശിപ്പിക്കല്ല്. അബ്രഹാം എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് അബ്രഹാം അങ്ങനെ പറഞ്ഞത്? അബ്രഹാമിൻ്റെ ചാർച്ചക്കാരൻ ലോത്തിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം ലോത്തിനെ അങ്ങോട്ട് അയക്കാൻ കാരണം എന്താ? ദൈവം ഇല്ലേ? അബ്രഹാം പറയും, തീ ഇറക്കുക അല്ലേ, 2 കിൻഡൽ കൂടുതൽ ഇട്ടോളാൻ പറയും. നമ്മൾ പറയും 2 കിൻഡൽ കൂടുതൽ വീട്ടെന്ന് പറയും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് അനൗൺസ് ചെയ്യാം, ഇതാ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നൊരു ഫ്ലൈറ്റ് കടലിൽ വീണ് കേട്ടോ, മുഴുവൻ പേരും ചത്തുപോയി. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടായോ? ഉണ്ടാകുകയില്ല. കാര്യം എന്താ? നിങ്ങളുടെ ആരും ആ ഫ്ലൈറ്റിലില്ലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭർത്താവ് ഇന്ന് രാത്രി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുകയാണെങ്കിൽ ഞാനിത് പറയുമ്പം ചങ്കിനകത്തോടെ ഒരു കൊള്ളിയാൻ മിന്നും. ആർക്ക്? ഇവിടെ ഇരിക്കുന്ന പെണ്ണിന് കിട്ടും. കാരണം ഭർത്താവ് അതിലുണ്ടാക്കി. അതാണ് പ്രശ്നം. അപ്പോൾ പ്രിയമുള്ളവരെ, അബ്രഹാമിനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തപ്പോൾ ലോത്തിനെ അങ്ങോട്ട് അയക്കാൻ ദൈവം തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ലോത്ത് ആ സ്ഥലത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഉടനെ അബ്രഹാം പറഞ്ഞു, ആ സ്ഥലം നശിപ്പിക്കണ്ട, ലോത്ത് മരിച്ചു പോയാനായി. ഉടനെ ദൈവം പറഞ്ഞു, അവിടെ ഒരു 50 വിശുദ്ധന്മാർ കാണുമോ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഉണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കുകയില്ല. ഉടനെ 50 കാണുകയില്ല, 45 കാണുമോ? 45 കാണാൻ സാധ്യത കുറവാണ്. ഒരു 40 ആയാലും ഒക്കുവോ കർത്താവേ? 40 ആണെങ്കിലും നമുക്ക് നോക്കാം. 40 പേരുടെ വിശ്വാസം മതി ഒരു ദേശത്തെ രക്ഷിക്കാൻ. അവിടെ 40 കാണുകയില്ല. അവസാനം 10 ആയാലും മതിയോ? അവസാനം പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു 10 ഉണ്ടോയെന്ന് ചോദിച്ചു. അവിടെ അബ്രഹാം മൊത്തം ഒന്ന് എണ്ണിയിട്ട് പറഞ്ഞു 10 ഉണ്ടെന്ന് തോന്നുന്നില്ല. ലോത്തും ഭാര്യ എല്ലാം കൂടി എടുത്തപ്പോൾ ലോത്തിൻ്റെ ഭാര്യയ്ക്കും വലിയ വിശ്വാസമൊന്നുമില്ല. ലോത്ത് കുഴപ്പമൊന്നുമില്ല, ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് വലിയ വിശ്വാസമൊന്നും പോരാ. ഉടനെ പറഞ്ഞാൽ എന്നാ ബുദ്ധിമുട്ടായിരിക്കും, ഇപ്പം തീ അവിടെ ഇറങ്ങും, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കണ്ടോ? ദൈവം നിസ്സഹായനായി നിൽക്കുന്നു. ദൈവം അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഒന്ന് കാല് പിടിക്കുക. അബ്രഹാമേ, തീ ഇറങ്ങുന്ന രീതിയിലുള്ള പാപം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാപത്തിൻ്റെ ദുരന്തഫലം തീയാ. അതവിടെ വന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ദേശം നശിക്കും. നീ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പോയി രക്ഷിക്ക്. പ്രാർത്ഥിച്ച് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ നീ ഇവിടുന്ന്, ഈ ഭൂമിയിൽ നിന്ന് വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിച്ചാലേ എൻ്റെ ശക്തി ഇങ്ങോട്ട് ഇറക്കാൻ എനിക്ക് സാധിക്കൂ. ദൈവത്തിൻ്റെ നിസ്സഹായത കണ്ടോ? ദൈവം നിസ്സഹായനായിട്ട് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ വിശ്വാസം ഇല്ലാത്തവരായിട്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ഭൂമിയിൽ ഇറങ്ങി വരത്തില്ല. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി വന്ന് ഏതെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി കാണും. ഉറപ്പാ. ചില വലിയ വലിയ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് UK പ്രിയമുള്ള വിനോദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, പുള്ളിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കണ്ടിട്ട് അങ്ങനെ ഭയങ്കര വിശ്വാസിയായിട്ടൊന്നും തോന്നിയില്ല. ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, ശ്വാസകോശത്തിൻ്റെ വിശ്വാസിയാണ്. അങ്ങനെ നമ്മളെപ്പോലെയൊക്കെയുള്ള വിശ്വാസി. തീവ്ര വിശ്വാസി ഒന്നാണെന്ന് എനിക്ക് തോന്നിയില്ല, സാധാരണ വിശ്വാസി. പ്രിയമുള്ളവരെ, ആ ഭാര്യ എന്നെ ഫോണിൽ വിളിച്ച്, എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗമാണ്, ഞങ്ങൾ ധ്യാനമൊക്കെ വചനത്തിലൊക്കെ ഈ TV കൂടെ കാണുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾ പിള്ളേരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ
വിനോദിനെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. നമുക്ക് അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ, അത്രയൊക്കെ ചെയ്ത്. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവർ, പിന്നെയും വിളിക്കുക ശ്രീ, ശകലം ഒരു കുറവുണ്ട്, ഇനിയും പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, സുഖപ്പെടും. അപ്പം ഞാൻ പറയും, കർത്താവേ വിനോദിനോട് കരുണ തോന്നണമേ, അനുഗ്രഹിക്കണം. ആ ശരി, ഇതൊക്കെ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള. പ്രിയമുള്ളവരെ, അവസാനം ശ്വാസകോശത്തിൽ ക്യാൻസർ എല്ലാം ബാധിച്ച് ഡോക്ടർമാർ പറഞ്ഞ് ആൾ മരിച്ചു. ആ സ്ത്രീ വിട്ടില്ല, അവർ വിശ്വാസത്തോടെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിക്കണം, എനിക്ക് 100% ഉറപ്പുണ്ട്, യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അവസാനം ആ വ്യക്തിയെ കൊണ്ട് നാട്ടിൽ വന്നതാണ്ട് നാട്ടു ചികിത്സ ചെയ്യാൻ. അപ്പം ഞാൻ രാത്രിയിൽ ഇവിടുന്ന് നെടുമ്പാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ആ സ്ഥലത്ത് കയറി ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. രാത്രി 12 മണിക്ക് പ്രിയമുള്ളവരെ, പുള്ളിക്കാരത്തി വഴി നിൽക്കുക, സ്ഫോടനം കൊത്തിക്കൊണ്ട്. തിരുമേനി എവിടെയായി? 12 മണി 1 മണിയായെന്ന് തോന്നുന്നു. എതിരെയാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നത് ചോദിച്ചുകൊണ്ട് നിൽക്കുക. അവർ കയറ്റി പ്രാർത്ഥിച്ച് അതിനുശേഷം വീണ്ടും പോയി. പിന്നീട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞ് ഡോക്ടർമാർ ആ വിനോദിനോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞ്, നീ മരിച്ചു പോകും, നിൻ്റെ റിസൾട്ട് തീരെ മോശമാണ്. വളരെ മ്ലാന മുഖത്തോടു കൂടി ഇറങ്ങി വന്ന് കണ്ടപ്പോൾ ആ സ്ത്രീയെ ചെന്തു പറ്റി, എന്താ മുഖം വാടിയിരിക്കുന്നത്? റിപ്പോർട്ട് എടുത്ത് കാണിച്ച്, മരിച്ചു പോകുന്ന റിപ്പോർട്ട്. പ്രിയമുള്ളവർ, എന്ത് സംഭവിച്ചെന്നറിയോ? അവർ വിട്ടില്ല, ഒരു തീഷ്ണതയോടെ പ്രാർത്ഥിച്ച്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് ചിലപ്പോൾ മരിച്ചിനി അവിടെ ശവടക്കൊക്കെ കഴിഞ്ഞ് കാണും, അതാ വിളിക്കാത്തതെന്ന്. കഴിഞ്ഞ ദിവസം വീണ്ടും വിളിച്ച് എന്നോട് പറഞ്ഞു, ഇതാ വലിയ അത്ഭുതം നടന്നിരിക്കുന്നു, ഇതാ വിനോദിന് കർത്താവ് സൗഖ്യപ്പെടുത്തുക മാത്രമല്ല, ജോലിക്ക് പോയി, നല്ല ജോലി കിട്ടി, ഇപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഒരു വിശ്വാസി ദൈവകരങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റിയെ പിടിച്ച് ഒരു ഇരുമ്പ് സാധനം കൊണ്ട് മുട്ടിച്ച് കഴിയുമ്പം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ഒരു വിശ്വാസി അങ്ങോട്ട് ചെന്ന് ദൈവത്തെ തൊട്ട് ആ ശക്തി ഇങ്ങോട്ട് മേടിക്കുന്നത്. ഇതാ വിശ്വാസിയുടെ പ്രത്യേകത. അങ്ങനെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അതല്ലേ തൈലാഭിഷേക ശുശ്രൂഷയുടെ അടിത്തറ തന്നെ. ഞാനിവിടെ പലപ്പോഴും ഓർക്കാറുണ്ട്, പ്രിയമുള്ളവരെ, ഏകദേശം 10 വർഷത്തോളം ഞാനിങ്ങനെ ധ്യാനം നടത്തുമ്പോൾ ഇവിടെ പാട്ട് പാടിക്കൊണ്ടുവന്നൊരു പെണ്ണുണ്ട്. 10 വർഷം. ഞാൻ ഏകദേശം ഒരു 2000 മുതൽ 2008 വരെ ഒക്കെ വരെ നന്നായിട്ട് ഇവിടെ പാടി. അതിനുശേഷം കല്യാണം കഴിച്ചു പോയി, 2-3 കുട്ടികളുമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രിയമുള്ളവരെ സ്ട്രോക്ക് വന്ന് താഴേക്ക് വീണു. ഒരു സൈഡ് പാരലൈസ്ഡായിപ്പോയി, സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പൂർണ്ണമായും എഴുന്നേക്കാൻ മേലാതെ ആയിപ്പോയ, പരസഹായം കൂടാതെ എഴുന്നേക്കാൻ മേലാതെ കാരിത്താസ് ഹോസ്പിറ്റലിൽ പെണ്ണ് കിടക്കുക. ഞാൻ ആ സ്ഥലത്ത് ചെന്ന് ഈ അവസ്ഥ കണ്ടപ്പം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. 32 വയസ്സ് 33 വയസ്സുള്ളൊരു പെണ്ണ് എഴുന്നേക്കാൻ മേലാതെ കിടക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ? ഡോക്ടർമാർ പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്താൽ മതി, പതുക്കെ എല്ലാം ശരിയായിക്കോളും, ചിരിച്ച് ഓർമ്മയൊക്കെ പതുക്കെ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട്. അവസാനം പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങി കാല് കുത്തുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഞാൻ തളർന്നു പോയിന്ന്. അവൾ ഭയങ്കരമായി ഷോക്കിലായി. അവസാനം ഞാൻ വീട്ടിൽ കാണാൻ ചെല്ലുമ്പോൾ ഈ പിള്ളേർ, ഞാൻ ചോദിച്ചു പിള്ളേരുടെയൊക്കെ പേര് ഓർക്കുന്നുണ്ടോ? ഇതേതാ ഈ പിള്ളേർ? അവർ കൈകൊണ്ട് ചോദിക്കുക, ഏതാ ഇത്? ഭർത്താവിനെ അറിയാൻ മേല, കുഞ്ഞുങ്ങളെ അറിയാൻ മേല, പത്രം വായിക്കാൻ പറ്റുന്ന ഭാഷയില്ല, അക്ഷരങ്ങളില്ല, ഒന്നുമില്ല, തകർന്നുപോയി. പ്രിയമുള്ളവർ, ഞാൻ വളരെ വേദനയോടെ കുറേ നേരം അവിടെ ഇരുന്ന്. ഇവൾ ഇങ്ങനെ പറയുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറേ ഒച്ചയൊക്കെ കേൾപ്പിക്കും. അപ്പം എനിക്ക് ഇച്ചിരി മനസ്സിലാകുന്നുണ്ട്. മൂളി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തിന് ഇങ്ങനെ മിണ്ടണ്ട, വർത്താനം പറയണ്ട എന്നൊക്കെ.
ഉടനെ പറഞ്ഞു, വർത്താനം പറഞ്ഞോളാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറയുമ്പം ഇച്ചിരി മെച്ചം ഉണ്ടായെങ്കിൽ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എഴുന്നേറ്റ് ഏകദേശം 8-9 വർഷം 10-15 വർഷമായി ധ്യാനം നടത്തുന്നു. എത്രയോ രോഗികളെ ദൈവം സുഖപ്പെടുത്തി, എത്രയോ അത്ഭുതങ്ങൾ കണ്ടു, എത്രയോ പേര് സൗഖ്യപ്പെടുമെന്ന് വിചാരിച്ച് വന്നേച്ച് മരിച്ച് ചവടക്കി, എത്ര പേരുടെ 40-ാം ദിവസം നമ്മൾ ആഘോഷിച്ച്. അത് ചിലർ രക്ഷപ്പെടും, ചിലർ രക്ഷപ്പെടാതിരിക്കും. പക്ഷേ ഇത്രയും വർഷം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിക്ക് അകാലത്തിൽ ഇതുപോലത്തെ ഒരു ഗതികേട് വന്നാൽ നാളെ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ കയറുന്നുണ്ട് എന്താ പറയുക? ഞാൻ എഴുന്നേറ്റ് വളരെ വിഷമിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നൊരു പ്രാർത്ഥന ചെല്ലാനായിട്ട് ശ്രമിച്ച്. പക്ഷേ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പേ, സാധാരണയായിട്ട് ഞാൻ അങ്ങനെ കരയാറുള്ള ആളല്ല, കരയാറുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ മുമ്പിൽ കരയാറില്ല. അന്നേരം ഞാൻ നല്ല ബോൾഡായിട്ടൊക്കെ നിൽക്കും. ഏത് മരിച്ച വീട്ടിൽ ചെന്നാലും എനിക്കങ്ങനെ കരച്ചിലൊന്നും സാധാരണയായിട്ട് വരാറില്ല. ഞാനെനിക്ക് പിടിച്ചു നിൽക്കാൻ മേലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പ്രാർത്ഥിച്ചില്ല, ഞാൻ ഇറങ്ങി പോന്നു. വണ്ടിയെ കയറി ഡോറടച്ചു പറഞ്ഞ് വിട്ടുപോകാൻ പറഞ്ഞു, അങ്ങനെ പോന്നു. പിറ്റേ ദിവസം ആ പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവൾ എന്നോട് കൈകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് പറയണം വേറെ കല്യാണം കഴിക്കാൻ, എന്നിട്ട് എന്നെ എവിടെയെങ്കിലും മടത്തിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചാക്കാൻ മടത്തിക്കൊണ്ടുപോയി ഇവിടെ പ്രാർത്ഥിക്കാൻ. കൈകൊണ്ട് കാണിച്ചു, ഒരു കൈകൊണ്ട്. പ്രിയമുള്ള പെന്തിക്കോസിയുടെ അവസാന ദിവസങ്ങളാണ്. ഞാൻ പറഞ്ഞ ആ ചാപ്പലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ചാപ്പലിലേക്ക് കൊണ്ടുവന്നു. ആ ചാപ്പലിൽ വെച്ച് പ്രിയമുള്ളവരെ തൈലാഭിഷേകം, നമുക്കറിയാം ഒരു പുരോഹിതന് ആകപ്പാടെ ഓടാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ബലിപീഠം വരെയാണ്. ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നതൊക്കെ കൂദാശ, അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല. പ്രിയമുള്ളവരും അച്ഛൻ്റെ കയ്യിൽ ആകപ്പാടെയുള്ള കൂദാശ ഒന്നുമില്ല വേറെ. എൻ്റെ കയ്യിലുള്ള അവസാനത്തെ ആയുധം ഞാൻ കയ്യിലെടുത്ത് ആ രോഗിക്ക് വേണ്ടി തൈലം എടുത്തു വെച്ച് തൈലാഭിഷേക ശുശ്രൂഷ ഒറ്റയ്ക്ക്, ഞാനും ഉണ്ടായിരുന്ന കുറച്ച് 2 പിള്ളേരും ഇങ്ങനെ നടത്തി, ശുശ്രൂഷ നടത്തി. അതിനുശേഷം ഞാൻ കർത്തവ്യപ്പായം പുറകോട്ട് ഇങ്ങനെ ഊരിക്കൊടുത്തിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ നടന്ന് മുറിയിലോട്ട് കയറിപ്പോയി. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം രാവിലെ എന്ത് സംഭവിച്ചെന്നറിയോ? സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് യെശയ്യാ പ്രവാചകൻ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. കർത്താവായ യേശു ദൈവം മൂകരുടെ വാ തുറക്കുന്നു. ഈ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഭർത്താവിനെ തട്ടി ഉണർത്തി. ഭർത്താവ് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടി. അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടീ നിനക്ക് സംസാരിക്കാൻ മാത്രമല്ല, സംസാരിക്കാൻ പറ്റുമെങ്കിൽ നടക്കാനും പറ്റും, നോക്കാം. എഴുന്നേൽപ്പിച്ചു. ആരുടെയും സഹായം കൂടാതെ നടന്ന് നേരെ ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി ഈ സ്റ്റേജിലേക്ക്, പെന്തിക്കോസിയുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിലേക്ക് ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ പെണ്ണ് നടന്നു കയറി വന്ന് എന്നിട്ട് മൈക്ക് കയ്യിലെടുത്തു. അവൾ പറഞ്ഞു, ഞാൻ 1 മാസമായിട്ട് തളർന്ന് മേലാതെ കിടന്നിരുന്ന പെണ്ണാണ്. ഇതാ തൈലാഭിഷേകമെന്ന മഹാശുശ്രൂഷ എൻ്റെ മേൽ പതിച്ചപ്പോൾ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അവൾ എഴുന്നേറ്റ് വിടണം. അപ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞു, ഒരു പാട്ട് പാടിക്കേടി നീ എന്ന് പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാവുന്നേ ഉള്ളൂ, ഒന്നും തലയ്ക്കകത്തില്ല, ഓർക്കുന്നില്ല. ഉടനെ ഒരു പാട്ട് വെറുതെ പാടിക്കൊടുത്തു. പെട്ടെന്ന് ആ പാട്ട് പാടാനുള്ള കൃപ കിട്ടി. അങ്ങനെ പാട്ടും പാടി. അതിനുശേഷം പ്രിയമുള്ളവരെ, ഡോക്ടർമാർ പറഞ്ഞു, അത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച, ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ജീവിക്കുക. നിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കെടുത്ത് മരുന്നുകൾ നീ തുടർന്ന് കഴിക്കുക. ഇനി സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മെഡിസിൻ നീ എടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു ബ്ലോക്കൊക്കെ വരാം, ഇനി ഈ അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകാം. നിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് ഹെൽത്തൊക്കെ ആകുന്ന വരെ മെഡിസിൻ തുടരുക. അതിനുശേഷം പ്രിയമുള്ളവരെ, ഡോക്ടർമാർ ഉപദേശം കൊടുത്തു, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഗർഭിണിയാകാതെ ശ്രദ്ധിച്ചോണം. ഒരു പ്രസവം കൂടി നടത്താൻ നിനക്ക് ശരീരത്തിന് ആരോഗ്യമില്ല. എന്ത് സംഭവിച്ചെന്നറിയാവോ? പിറ്റേ മാസം പ്രഗ്നൻറ്റ്. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതല്ലേ, ഈ മരുന്ന് നിർത്തിയാൽ എന്നാ സംഭവിക്കാൻ പോകുന്നറിയോ? ഈ മരുന്ന് നിർത്തിയാൽ നീ അടുത്ത പ്രസവത്തോടു കൂടി ഈ അവസ്ഥയിലാവും.
മരുന്ന് ഉപയോഗിച്ചാൽ നിൻ്റെ കൊച്ച് അംഗവൈകല്യമുള്ള കൊച്ചായി മാറും. അവർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കരി എന്ത് വേണം എന്ന് പറഞ്ഞാൽ അബോർഷൻ ചെയ്ത് കൊച്ചിനെ കളയാനാണ് അവർ പറയുന്നത്. വേറെ മാർഗമൊന്നുമില്ല. അവർ വീണ്ടും ഇവിടെ വന്നു, എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, ജീവൻ്റെ മേൽ കൈവെക്കുന്ന പക്ഷത്ത് ഞാനുണ്ടാവില്ല. ജീവനെ നൽകാൻ കഴിവുള്ളവന് ജീവനെ സംരക്ഷിക്കാൻ കഴിവുണ്ട്. വിട്ടുകൊടുക്കുക. അപ്പോൾ ചോദിച്ചു, മരുന്ന് നിർത്തണോ അതോ കഴിക്കണോ? മരുന്ന് നിർത്താൻ ആരെങ്കിലും പറയാൻ അധികാരമുണ്ടോ ഡോക്ടർക്കല്ലാതെ? ഡോക്ടർ ഉപയോഗിക്കാൻ പറഞ്ഞ മരുന്ന് നമുക്ക് നിർത്താൻ പറയാൻ പാടുണ്ടോ? ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന 3 പിള്ളേർക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരവും വിഷവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുമോ? ഈ ഭക്ഷണ സാധനം കഴിച്ചാൽ നിങ്ങളുടെ കൊച്ചു മരിച്ചു പോകും, അല്ലെ അതിന് അംഗവൈകല്യം സംഭവിക്കും, അങ്ങനത്തെ ഒരു ഭക്ഷണം കൊടുക്കുമോ? അവർ പറഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഈ അകത്തുള്ള കൊച്ചിന് അംഗവൈകല്യം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ മരുന്ന് നീ കഴിക്കാൻ പാടുണ്ടോ? അവൾ മരുന്ന് നിർത്തി. 9 മാസം കഴിഞ്ഞ് പ്രിയമുള്ളവരെ, ഇതാ അവൾ പ്രസവിച്ച് പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടി, പൂർണ്ണ ആരോഗ്യമുള്ള അമ്മ എന്ന് മാത്രമല്ല 3 മണിക്കൂർ യാത്ര ചെയ്ത് പോയി ജോലി ചെയ്യാൻ തക്കവണ്ണം ഒരു ഗവൺമെൻറ്റിൽ ഒരു ജോലിയും കൂടെ കർത്താവും കൊടുത്തു. ആരോഗ്യമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് 3 മണിക്കൂർ യാത്ര ചെയ്ത് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കൂടെ കൊടുത്തു. കണ്ടോ? ഇതാണ് പ്രിയമുള്ളവരെ, ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കും. എന്ത് വേണം? വിശ്വാസമെന്ന ചൈതന്യത്തിൽ കൂടിയാണിത്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്തായാലും ഈ കാനാവിലെ കല്യാണ വിരുന്നിൽ മാത്രം ഒന്നും നടന്നില്ല. അപ്പോഴാണ് മാതാവ് ചെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇവർക്ക് വീഞ്ഞ് തീർന്നു പോയി. ഉടനെ യേശു പറഞ്ഞു, അതിന് നമുക്കെന്നാ? ഉടനെ മാതാവ് ലോകത്തെ നോക്കി ഒരു സുവിശേഷം പറഞ്ഞു, അത് നിങ്ങളിന്ന് മനസ്സിൽ സ്വീകരിക്കണം. ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നവരെല്ലാവരും മാതാവ് ലോകത്തോട് പ്രഘോഷിച്ച് ഈ സുവിശേഷം നെഞ്ചിലേറ്റിക്കൊണ്ട് വേണം ജീവിക്കാൻ. എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്താ ചെയ്യേണ്ടത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. യേശു പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ, പ്രിയമുള്ളവരെ, ദൈവഹിതം നിറവേറ്റിയാൽ ആ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കൂ. വേറെ ഒരിടത്തും നടക്കുകയില്ല. ഇപ്പം നിങ്ങളുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കും എപ്പോഴാണെന്നറിയോ? ദൈവഹിതം നിറവേറുന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉള്ളൂ. ഉടനെ യേശു അവിടെ കൂടി നിന്നിരുന്ന പരിചാരകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വരാൻ പറഞ്ഞു. ഇങ്ങ് വാ. വിളിച്ചു, ഇവിടെ ഇരിക്കുന്ന ഒഴിഞ്ഞ കൽഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കുവിൻ. എന്നത്തിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത്? എന്നാ കൽഭരണിയില്ല? ഒഴിഞ്ഞ കൽഭരണിയിൽ. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഒഴിഞ്ഞ പാത്രങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്നാ? എല്ലാം ഓൾറെഡി ഹൗസ്ഫുള്ളായിട്ടിരിക്കുക. അവനവൻ്റെ ഇഷ്ടവും അവനവൻ്റെ ആഗ്രഹങ്ങളും അവനവൻ്റെ സ്വപ്നങ്ങളും അവനവൻ്റെ പ്രതീക്ഷകളുമായിട്ട് നിറഞ്ഞങ്ങിരിക്കുക. എന്നിട്ട് നമ്മുടെ ഈ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം കർത്താവിൻ്റെ മുന്നിൽ ഉയർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുക, എൻ്റെ കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കാത്തത്? എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നീ എന്നെ ഉയരാത്തത്? ദൈവത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ അത്ഭുതം നടക്കുന്ന എവിടെയാ? ഒഴിഞ്ഞ പാത്രത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ പ്രിയമുള്ളവരെ, ദൈവം ഇറങ്ങി വന്ന് അത്ഭുതകരമായി പ്രവർത്തിക്കാൻ വളരെ ആവശ്യമുള്ളത് ഒഴിഞ്ഞ പാത്രങ്ങളാണ്. അതുകൊണ്ട് ഇന്നു മുതൽ, നാളെ രാവിലെ മുതൽ ധ്യാനത്തിൻ്റെ പരിപാടി എന്നാണെന്നറിയോ? എങ്ങനെയെങ്കിലും ഈ പാത്രങ്ങൾ എന്താക്കി, ഈ കൽഭരണികൾ എന്താക്കി തീർക്കണം? ഒഴിഞ്ഞ കൽഭരണികളാക്കി മാറ്റണം. അതിനുള്ള ശുശ്രൂഷയാണ് നാളെ മുതൽ നടക്കുന്നത്. അതായത് ഈ കൽഭരണിക്കകത്തുള്ളതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ഹിതം
ഈ കൽഭരണിയിൽ നടപ്പാകാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കുക. അതാണ് കുമ്പസാരം വരെയുള്ള സമയത്ത് നടക്കുന്നത്. അപ്പോൾ കുമ്പസാരത്തിലൂടെ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പദ്ധതികളും എല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ബുധനാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഒരു 250 ഒഴിഞ്ഞ കൽപ്പാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ കർത്താവ് പറയും, ഈ കൽഭരണികളിലേക്കെല്ലാം എന്ത് നിറയ്ക്കുവിൻ? വെള്ളം നിറയ്ക്കുവിൻ. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? വചനം. അപ്പോൾ പ്രിയമുള്ളവരെ, എവിടെയെല്ലാമാണോ ദൈവവചനം വന്ന് നിറയുന്നത്, ദൈവഹിതം നിറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വചനം. ഓരോ വചനങ്ങളും ദൈവത്തിന് ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങൾക്കൊത്ത് ഏത് ജീവിതമാണോ നിറയപ്പെടുന്നത്, നിന്നു കൊടുക്കപ്പെടുന്നത്, ആ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളുടെ പരമ്പര തന്നെ നടക്കും. അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കും, രോഗശാന്തികൾ നടക്കും. ആ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും.